സ്ത്രീകളിൽ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് ഇതിനോടനുബന്ധിച്ച് അമിതമായിട്ട് ഉത്കണ്ഠ, അമിതമായിട്ടുള്ള വിയർപ്പ്, ചൂട് കയറി വരുന്ന പോലെ, പൊള്ളി കയറുന്ന പോലെ അങ്ങനെ പല സ്ത്രീകളും അനുഭവപ്പെടാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്? ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് നമ്മൾ ഇത് അറിയാനായിട്ട് ചെയ്യേണ്ടത്? മെനോപോസോടനുബന്ധിച്ച് പെരിമെനോപോസൽ പീരീഡ് എന്ന് പറയും, അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. സ്ത്രീകളിൽ മെനോപോസ് അതേപോലെ പെരിമെനോപോസ് ഇതോടനുബന്ധിച്ച് ഹോർമോൺ ലെവലിൽ സാരമായിട്ടുള്ളൊരു വ്യത്യാസം കാണപ്പെടും. എസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇതുപോലുള്ള സ്ത്രീ ഹോർമോൺസിൽ വരുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ മെനോപോസ് ആവുന്ന സമയത്ത് ഇത്രയും കാലം നമ്മുടെ അണ്ടം അല്ലെങ്കിൽ ഓവറീസിൽ നിന്നും സെക്രീറ്റ് ചെയ്ത് അതിൽ നിന്നും പുറന്തള്ളപ്പെട്ട ചില ഹോർമോൺസ് ഉണ്ട്, സ്ത്രീ ഹോർമോൺസ്. അതിൻ്റെ ഇത് കുറയുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ തെർമോ റെഗുലേഷൻ എന്ന് പറയും, നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ചെയ്യാണ്. ഈ എസ്ട്രജനും പ്രൊജസ്ട്രോണും കുറഞ്ഞു വരുമ്പോൾ ശരീരത്തിൻ്റെ താപനില കുറയുന്നു എന്ന രീതിക്ക് ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുകയും അത് എഗെയിൻ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചൂട് കൂടുന്ന രീതിക്ക് ഉള്ളിൽ നിന്നും ചുട്ടു പൊള്ളുന്ന പോലെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഈ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ചില സ്ത്രീകൾ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവും അവർക്ക്. ഉത്കണ്ഠ, വെപ്രാളം, മൂഡ് സ്വിങ്സും എക്സ്ട്രീം ആയിരിക്കും. അതായത് അവർക്ക് അവരുടെ ഹോർമോൺ മാറുന്നതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നതാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന എസ്ട്രജൻ ഹോർമോൺ ഇല്ലാതാവുന്നു, അത് കുറയുന്നു, അതിൻ്റെ ഒരു ലെവൽ എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടുവരുന്നത്. ഇത് മെനോപോസൽ പീരീഡിൽ വളരെ നോർമലാണ്. അപ്പോൾ ചില സ്ത്രീകളിൽ എസ്ട്രജൻ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. ചിലത് നമ്മൾ പ്ലാൻ പ്രോഡക്ട്സിൽ തന്നെ ഫൈറ്റോ എസ്ട്രജൻ എന്ന് പറഞ്ഞ് അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ പൊതുവേ സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാരും രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ പീരിയഡ്സ് ആവുന്ന ഒരു ടൈമിൽ, അതായത് മെനോപോസിന് മുന്നേ ഉള്ള ഒരു ടൈമിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ വിരളമാണ്. വേറെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, കാർഡിയക് അറസ്റ്റ് വരിക എന്നല്ലാണ്ട് ഇവർക്ക് നമ്മൾ അധികം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. സ്ത്രീകൾ 30കളിലോ 35കളിലോ ഇതുപോലെ ഹൃദയസ്തംഭനം വന്ന് അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് വന്ന് മരിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്ന് പറയാം, ഒരു വലിയൊരു കവചം എന്നൊക്കെ പറയാം, ഈ എസ്ട്രജൻ ഹോർമോണാണ് അതിന് കാരണം. ഈ എസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെയും വളരെയധികം നല്ല രീതിക്ക് തന്നെ സുരക്ഷിതമായി വയ്ക്കാൻ സഹായകരമാവുന്ന ഒന്നാണ്. കാരണം നമ്മൾ പുരുഷന്മാരെയും സ്ത്രീകളെയും വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ സ്ത്രീകളിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ തന്നെ കണ്ടുവരും. എന്നാൽ പോലും ഇത് അവരിൽ കാർഡിയക് അറസ്റ്റിലോട്ട് എത്താത്തത് ഈ ഒരു എസ്ട്രജൻ ഹോർമോൺ ഒരു ഷീൽഡായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. മെനോപോസോട് അനുബന്ധിക്കുന്ന ടൈമിൽ അത് ചില സ്ത്രീകളിൽ 50കളിലും 52കളിലും, എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലി മാറിയതുകൊണ്ട് 42കളിലും 40കളിലും സ്ത്രീകൾക്ക് മെനോപോസ് എന്ന് പറയുന്ന ആർത്തവ വിരാമം ഉണ്ടാവുന്നുണ്ട്. ഈ ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓവറീസ് അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ നിന്നും ഇത്രയും കാലം ചുവക്കുന്ന ആ ഒരു ഹോർമോൺ എസ്ട്രജൻ ആയാലും പ്രൊജസ്ട്രോൺ ആയാലും അതിൻ്റെ ലെവലിൽ സാരമായിട്ടുള്ളൊരു വ്യത്യാസം വരികയും ക്രമേണ ഓവറീസ് എന്ന് പറയുന്ന ഈ അണ്ഡാശയം ചുരുങ്ങിപ്പോവുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് 50കളിൽ മാത്രമല്ല 42കളിലും പെരിമെനോപോസൽ പീരീഡ്, കുറച്ചുകൂടി ഏർലി മെനോപോസ് തന്നെ ചിലർക്ക് സംഭവിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോൾ ലെവൽ എങ്ങനെയാണ് ഈ ഒരു ഹോർമോൺ ലെവലുമായിട്ട് ബന്ധമുള്ളതെന്ന് നോക്കാം. പലർക്കും ഈ ഒരു കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഈ കൊളസ്ട്രോളാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ള ഒട്ടുമിക്ക ഹോർമോണുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എസ്ട്രജൻ ആയാലും അതേപോലെ തന്നെ പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ, അങ്ങനെ സ്ത്രീ ഹോർമോൺ ആയാലും പുരുഷ ഹോർമോൺ ആയാലും നമ്മുടെ ഹോർമോൺസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനത്തിന് നമുക്ക് അവോയ്ഡ് ചെയ്യണം, അതായത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു കൊളസ്ട്രോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പിഡ് LDL ആണ് അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ആൾ. ഇതില്ലെങ്കിൽ നമുക്ക് ഹോർമോണിൻ്റെ ഒരു പ്രൊഡക്ഷൻ തന്നെ ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ ബ്രെയിനിലുള്ള
മൈലിൻ ഷീത്ത് എന്ന് പറയും, നമ്മുടെ ആ ഒരു നാഡീവ്യൂഹത്തിൽ അതിൻ്റെ ഒരു ലൈനിങ്, ഇതൊക്കെ തന്നെ ഈ കൊളസ്ട്രോൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് സത്യം പറഞ്ഞാൽ കൊളസ്ട്രോൾ വളരെയധികം ആവശ്യമാണ്. എന്നാൽ അത് ഏത് ബാലൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും. അപ്പോൾ പലരിലും കൊളസ്ട്രോൾ ബോർഡർ ലൈനായി 210 അല്ലെങ്കിൽ ഒരു 220 ആയി എന്നുള്ളതിൽ ആദ്യം തന്നെ ഡയറ്റ് നോക്കാതെ കൊളസ്ട്രോളിന് ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മുടെ ലിവർ, കരളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു LDL എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ലിപ്പിഡ്, അതിൻ്റെ ഉൽപ്പാദനം കംപ്ലീറ്റ് അത് നിർത്തുകയും ഇത് കാരണം ചിലർക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുക, അതേപോലെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് സ്ഥിരമായി എടുക്കുന്ന സമയത്ത് HMG കോഎൻസിം A റിഡക്റ്റീസ് ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഫർദറായിട്ട് LDL എന്ന് പറയുന്ന നമ്മുടെ ഈ ചീത്ത കൊളസ്ട്രോൾ, ഇതാണ് ഒട്ടുമിക്ക ഹോർമോൺ, ഞാൻ പറഞ്ഞ പോലെ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നും നമുക്ക് ചുരക്കുന്ന ഒട്ടുമിക്ക ഹോർമോണിൻ്റെയും മെയിൻ ഉറവിടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി മാത്രമേ ഈ ലോ ഡെൻസിറ്റി ലിപ്പിഡ് അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന ബാഡ് കൊളസ്ട്രോളിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ അത് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സാരമായിട്ട് ഈ സ്റ്റാറ്റിൻ കഴിക്കുന്നവരിൽ ഇത് കുറയുന്ന ടൈമിൽ നമ്മുടെ നെർവ് സെൽസ്, നാഡീവ്യൂഹത്തിന്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംബാലൻസിന് അത് കാരണമാവുന്നുണ്ട്. ഇനി ചില സ്ത്രീകൾക്കുള്ള ഒരു സംശയമാണ് ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ യൂട്രസ് റിമൂവൽ ചെയ്തിട്ടുണ്ടാകും. ഒന്നെങ്കിൽ അഡിനോമയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്, അങ്ങനെ രക്തസ്രാവം കാരണം, അമിതമായിട്ടുള്ള രക്തസ്രാവം കാരണം ഈ ഒരു യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടാകും ഹിസ്റ്ററക്ടമി. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തുവല്ലോ, ഞാൻ ഇനി മെനോപോസൽ സ്റ്റേജിലാണല്ലോ എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ അണ്ഡാശയത്തിൽ നിന്നും ചുരക്കുന്ന ഹോർമോൺ നിൽക്കുമ്പോഴാണ്. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തതുകൊണ്ട് അവർ മെനോപോസൽ സ്റ്റേജിലോട്ട് പോയി എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് അവർക്ക് കുറച്ചുകൂടെ മുന്നേ തന്നെ മെനോപോസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 40കളിൽ യൂട്രസ് റിമൂവ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ 50 വയസ്സ് വരെയും 52 വയസ്സ് വരെയും അവരുടെ ഈ ഒരു ഹോർമോൺ, അതായത് അണ്ഡാശയത്തിൽ നിന്ന് ഓവറീസിൽ നിന്ന് ചുരക്കുന്ന പ്രൊജസ്ട്രോൺ, എസ്ട്രജൻ, ഇതൊക്കെ ബാലൻസ് ലെവലിൽ തന്നെ പോകുന്നുണ്ടാവും. എന്നാൽ അവർക്ക് പീരിയഡ്സ് ആവുന്നില്ല. കാരണം എന്താണ്? പീരിയഡ്സ് ആവാനായിട്ട് യൂട്രസ് എന്ന് പറയുന്ന ഗർഭാശയം ആവശ്യമാണ്. അതില്ലാത്തടത്തോളം കാലം ഒരിക്കലും ആ ഒരു പീരിയഡ് എന്ന് പറയുന്ന മെൻസസ് പുറത്തോട്ട് വരികയില്ല. അപ്പോൾ അവർക്ക് ഹോർമോൺ ഇംബാലൻസ് ഇല്ല, അവർ മെനോപോസ് സ്റ്റേജും അല്ല, എന്നാൽ പീരിയഡ് ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീ ഹോർമോൺ എസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഒരു അബ്സോർപ്ഷൻ, നമ്മുടെ ശരീരത്തിന് വേണ്ട കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, കാൽഷ്യം, ഇതിനൊക്കെ എസ്ട്രജൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. സ്ത്രീകളിൽ ആർത്തവ വിരാമം, മെനോപോസ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ടും ഈ ഒരു കാൽഷ്യത്തിൻ്റെ കുറവ്, ഓസ്റ്റിയോപോറോസിസ്, അതേപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം, ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നത് ഈ ഒരു ഹോർമോൺ കുറയുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല കൊഴുപ്പ് വളരെയധികം അത്യാവശ്യമാണ്. ഈ നല്ല കൊഴുപ്പ് നിലനിർത്താനായിട്ട് നമ്മൾ ഒലിവ് ഓയിൽ റെഗുലറായിട്ട് എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ഗുഡ് ഫാറ്റ് എന്ന് പറയുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ചെറുമത്സ്യങ്ങൾ, അവക്കാഡോ, ഇതൊക്കെ വളരെ ഇഫക്റ്റീവായിരിക്കും. അപ്പോൾ ശരീരത്തിൽ തീരെ കൊഴുപ്പ് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഹോർമോൺ ബാലൻസിൽ നിലനിർത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ മെനോപോസോടനുബന്ധിച്ച് ചില സ്ത്രീകളുടെ ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ കാരണം ഉറക്കമില്ലാത്ത അവസ്ഥ, ഇൻസോംനിയ എന്ന് പറയും. അപ്പോൾ ഇത് ഹോർമോൺ ഇംബാലൻസ് കാരണം വരുന്ന ഇൻസോംനിയാണ്. അപ്പോൾ അങ്ങനത്തെ സ്ത്രീകൾക്ക് നമ്മൾ സാധാ ഉറക്ക ഗുളിക കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, അവരുടെ ഹോർമോൺ ഇംബാലൻസും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജും കൂടെ പരിഗണിച്ച് വേണം നമ്മൾ മരുന്നുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ ആർത്തവ വിരാമം മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായിട്ട് ഒരു മുട്ട, മഞ്ഞക്കരുവോടുകൂടി തന്നെ ആ ഒരു മുട്ട എടുക്കുന്നത് നല്ലതാണ്. അതിൽ വൈറ്റമിൻ A, K, D ഇതൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്, നല്ല കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോർമോൺ ഇംബാലൻസിനെ ചെറുത്ത് നിർത്താനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. മെനോപോസോടനുബന്ധിച്ച് സ്ത്രീകൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ തീരെ കൊഴുപ്പ് ഇല്ലാതെ അന്നജം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാപ്സ് മാത്രം കൂടി, അല്ലെങ്കിൽ പ്രോട്ടീൻ, കാപ്സും പ്രോട്ടീനും കൂടെ കഴിക്കുക, ഫാറ്റ് തീരെ ഇല്ല അങ്ങനെ കഴിക്കരുത്. കാപ്സ് ഇത്തിരി കുറച്ചാലും കുഴപ്പമില്ല, എന്നാൽ കൊഴുപ്പിൻ്റെ അംശം ഇത്തിരി കൂട്ടണം. അതായത് ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് അത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ഒരു ഹെൽത്തിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ എല്ല് തേയ്മാനം, മുട്ട് തേയ്മാനം, ഇതൊക്കെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ചേർത്ത് നിർത്താനായിട്ട് കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പാലുൽപ്പന്നങ്ങളും റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈസ്ട്രജൻ പ്ലാന്റ് ലെവലിൽ ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന
ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ മുകളിൽ കാണുന്ന ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഇത് ചിലർക്ക് പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റിക്കും ഒരു കാരണമായേക്കാം. അതേപോലെ ഈ ഫാറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എത്രത്തോളം ഈ ഒരു ഹോർമോൺ നിലനിർത്താൻ ഇമ്പോർട്ടൻ്റ് ആണോ അതിനൊത്ത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യവെളിച്ചത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി, എന്നാൽ അത് ഒരുപാട് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 14 നാനോഗ്രാം അല്ലെങ്കിൽ 10 നാനോഗ്രാമിലൊക്കെ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ചുട്ടു പൊള്ളുന്ന രീതിക്ക് അമിതമായിട്ട് വിയർക്കുക, ഇതൊക്കെ തന്നെ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാണ്. ചുട്ടുപൊള്ളുക, അമിതമായി വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ ചെയ്യുന്നതാണ്. എസ്ട്രജനും അതേപോലെ പ്രൊജസ്ട്രോണും കുറയുന്നത് കൊണ്ട് ബ്രെയിൻ സിഗ്നൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഫൈറ്റോ എസ്ട്രജൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ഫാറ്റായിട്ടുള്ള ഓയിൽസ്, തീരെ ഫാറ്റ് അങ്ങനെ ഒഴിവാക്കരുത്. സ്റ്റാറ്റിൻ അങ്ങനത്തെ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ ശ്രദ്ധിക്കാം. യൂഷ്വലി നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് 220 230 ടാബ്ലറ്റ്സ് കൊടുക്കാൻ പറയാറില്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും കൊളസ്ട്രോളിൽ. അപ്പോൾ ഈ സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിലരിൽ ഭയങ്കരമായിട്ട് അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, പിന്നെ മെലിഞ്ഞ പോലെയാവും, ഒത്തിരി മെലിഞ്ഞ പോലെ ഉണ്ടാവും. കാരണം ആവശ്യമുള്ള ഒരു മസിൽ ഫാറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ വരും. പിന്നെ ഓർമ്മക്കുറവ് ഒരു പ്രധാന ഒരു കാരണമാണ്. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ നാഡീവ്യൂഹം, ഈ ഒരു നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു കവറിങ്, അതിൻ്റെ ഉൽപ്പാദനത്തിന് LDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ അതില്ലാതെ പറ്റില്ല. അപ്പോൾ അത് കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെർവസ് സിസ്റ്റം, ഈ നാഡീവ്യൂഹം ടോട്ടലി എഫക്റ്റ് ചെയ്യും. ഇത് ചിലർക്ക് ഒരു മന്ദിപ്പ് പോലെ, ഓർമ്മക്കുറവ്, ഇതിനൊക്കെ തന്നെ വഴി നയിച്ചേക്കാം. ഈ ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചിട്ടുള്ള സ്ത്രീകൾ, അതിപ്പോൾ നിങ്ങളുടെ അമ്മയായാലും അല്ലെങ്കിൽ ഇൻലോസ് ആയാലും ആൻറ്റി ആയാലും ആർക്കാണെങ്കിലും ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് കാരണം അവരുടെ ഒരു സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അമിതമായിട്ട് ദേഷ്യപ്പെടുക, കരയുക, എന്തിനാണെന്ന് അറിയാത്ത രീതിക്ക് അത്രയധികം മൂഡ് സ്വിങ്സ് ഇതിൽ ചിലരിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പർലി ഇനീഷ്യലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ പഴയ രീതിക്ക് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.